സേത്തൻ ഡേ 3. ഇന്നലെ ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. സോ ഇപ്പം നമ്മൾ ഹംത വാലിൻ്റെ ഹംത ബേസ് ക്യാമ്പിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തുമെന്നൊന്നും ഐഡിയ ഇല്ല, പക്ഷെ ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നലെ ഈ വഴി വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് താഴോട്ടാണ് റോഡ് കാണിക്കുന്നത്. കുറേ ട്രാവലേഴ്സ് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബേസ് ക്യാമ്പിൻ്റെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഫുൾ പാക്കൊക്കെ മണ്ടയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. നോക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലം കണ്ടാണ്, നോക്കിയേ. ഓ, നല്ല രസമുണ്ട്. ഇങ്ങനെ വാവ്, ഇങ്ങനെ ഭയങ്കര പ്ലെയിൻ മെഡോസ് പോലെ വന്നിട്ട്. ഗൈസ്, ഇപ്പം അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നടന്നു. അപ്പം ഇതാണ് എൻ്റെ വ്യൂ. ഇതാണ്ടോ ഹംത പാസ് ചെയ്യാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഒരു സൈഡിൽ കുഞ്ഞു കട ഉണ്ട്. രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ദാൽ ചാവൽ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതി. പിന്നെ എനിക്ക് ഇവിടുത്തെ ഹംത പാസിൻ്റെ തിരക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒന്ന് വല്ലാണ്ടായി. കാരണം ഈ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് വരുക, ബട്ട് ഇറ്റ് ഡസൻ ആക്ച്വലി മീൻ ബിഗിനർ ഫ്രണ്ട്ലി. ഗൈസ്, ഇപ്പം ഞാനിവിടെ ഏതോ ഒരു പച്ചപ്പുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം അവിടെ ഹംത പാസിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴേക്കും മതിയായി ഇന്നത്തേക്ക്. അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യരില്ല. അപ്പം ഞാൻ ഇവിടെ അങ്ങ് കിടന്നു. നല്ല സുഖമുണ്ട്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഹംത വാലി കണ്ടു. നമ്മളിപ്പോൾ തിരിച്ച് റൂമിലോട്ട് നടക്കുക. അപ്പം ഇനിയൊരു 5-6 കിലോമീറ്റർ ഉണ്ട്. വന്ന അതേ വഴി തന്നെ തിരിച്ചു പോകുന്നത്. എനിക്ക് അവിടെ ഹംത വാലിനെ കാട്ടി ഇഷ്ടം പോയ റൂട്ടാണ്. കാരണം അങ്ങനെ ഇതുപോലെ അത്രയ്ക്ക് മനുഷ്യന്മാരൊന്നും അവിടെ നിൽക്കുന്നില്ല. കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കാരണം ഈ പോകുന്ന ആൾക്കാരെ കൊണ്ടാക്കുന്ന വണ്ടികളാണ് അതൊക്കെ. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു സൈലൻസ് എനിക്കതിഷ്ടം. നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങ് നടന്നു തുടങ്ങി. അപ്പോൾ അതോ അവിടെ കണ്ടോ കുറേ കുതിരകളൊക്കെ ഉണ്ട്. അപ്പം ലിറ്ററലി ഇപ്പം ഇങ്ങനെ ഈ കാട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ റിസർവോയറിൻ്റെ അവിടെ വെച്ചിട്ട് ഞാനൊന്ന് മുകളിലോട്ട് നടന്നപ്പം അവിടെ ആൾക്കാർ പറഞ്ഞ് അവിടെ കരടിയുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, തിരിച്ചിറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ച് കരുതലുള്ളത് നല്ലതാണ്. രാത്രിയൊക്കെ ആകുമ്പം ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കുറച്ച് വെയിലുണ്ട്, പക്ഷെ എന്നാൽ തണുപ്പുണ്ട്. രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാട്ടോ. ഇങ്ങനെ കിടുകിടാന്ന് വരച്ച് ഞാൻ 2 ബ്ലാങ്കറ്റൊക്കെ വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. നല്ല തണുപ്പാവും രാത്രി. ഓൾമോസ്റ്റ് ഒരു 3 ഡിഗ്രി ഒക്കെ ആകും. പക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് വെയിലും കുറച്ച് തണുപ്പും ഒക്കെ ആയിട്ട് കണ്ടോ, എന്ത് രസമല്ലേ.